നമസ്കാരം. അറബ് രാജ്യങ്ങളുമായും അമേരിക്കയുമായും സംയുക്ത ആണവ സമ്പുഷ്ടീകരണ സംരംഭം ആരംഭിക്കാൻ ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വിഷയത്തിൽ പരിചയമുള്ള 4 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഒമാനിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ആണവ സമ്പുഷ്ടീകരണ സംരംഭം ആരംഭിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിന് പകരമായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഈ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ വിറ്റ്കോഫിന്റെ വക്താവ് എഡി വാസ്ക്വസ് ഈ റിപ്പോർട്ട് നിഷേധിക്കുന്നുണ്ട്. ഒരു സംയുക്ത സംരംഭം ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരുന്നു. ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ആവശ്യങ്ങൾ അസ്വീകാര്യമാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും ആവർത്തിച്ച് അറിയിച്ചിരുന്നു. തങ്ങളുടെ കാഴ്ചപ്പാടിൽ യുറേനിയം സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ട ഒന്നാണ്. അതിനെക്കുറിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ലെന്ന് അറാഗ്ചി നേരത്തെ പറഞ്ഞതാണ്. ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചുവെന്ന് ആരോപിച്ച ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് 2015 ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ആണവ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നു. ഇതോടെ ഇറാൻ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഒമാനി മധ്യസ്ഥതയിൽ നടന്ന 4 റൗണ്ട് ചർച്ചകളെ പോസിറ്റീവ് ചുവടുവെപ്പായി ഇരുപക്ഷവും വിശേഷിപ്പിച്ചെങ്കിലും ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഇസ്രയേലിനും നേരെയുള്ള യമനിലെ ഹൂത്തികളുടെ ആക്രമണങ്ങളെയും ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ ഇറാനുമായുള്ള ആണവ ചർച്ച എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വ്യക്തമല്ല. ഇതിനിടെ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിനിടെ ട്രംപ് ഇറാനെ മേഖലയിലെ ഏറ്റവും വിനാശകരമായ ശക്തി എന്ന് വിളിക്കുകയും അവർക്ക് ഒരിക്കലും ആണവായുധങ്ങൾ നേടാൻ അനുവദിക്കരുതെന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളോട് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവെച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ മാസങ്ങൾ നീണ്ട ആഭ്യന്തര ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം. നിരവധി US ഇസ്രയേൽ ഉദ്യോഗസ്ഥരുമായുള്ള സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് അന്ന് വന്നത്. സൈനിക ആസൂത്രണത്തിന്റെ സംവേദനക്ഷമത കാരണം പലരും പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെയാണ് സംസാരിച്ചത്. മെയ് മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇസ്രയേലി ആക്രമണത്തിൽ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള കമാൻഡോ റെയ്ഡും വിപുലമായ ബോംബിംഗ് പ്രചാരണവും സംയോജിപ്പിക്കുമായിരുന്നു. എന്നാൽ ഒക്ടോബർ വരെ റെയ്ഡ് തയ്യാറാകില്ലെന്ന് ഇസ്രയേൽ സൈനിക നേതാക്കൾ പറഞ്ഞതോടെ US ലോജിസ്റ്റിക്കൽ പ്രതിരോധ പിന്തുണ ആവശ്യമുള്ള വേഗത്തിലുള്ള വ്യോമാക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുകൂലിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അറിയിച്ചപ്പോഴാണ് ട്രംപ് സൈനിക നടപടിയെ നിരസിച്ചത്. അടുത്തിടെ നെതന്യാഹുവുമായി നടന്ന ഓവൽ ഓഫീസ് കൂടിക്കാഴ്ചയിൽ ഇറാനുമായി നേരിട്ട് ആണവ ചർച്ചകൾ ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെയുള്ള ആദ്യ ചർച്ചയായിരുന്നു നടന്നിരുന്നത്.